യേശുനാഥ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ യേശുനാഥ യേശുനാഥ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ യേശുനാഥ. പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ യേശുനാഥ യേശുനാഥ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ യേശുനാഥ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് ക്ഷമിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുദിനം അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മധ്യേ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോനാഥനെ നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. നല്ല ദൈവമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവ ലോകത്തിൻ്റെയും സൃഷ്ടാവായ നമ്മുടെ രക്ഷകനായ കടലിനെ ശാന്തമാക്കിയവൻ, രോഗികൾക്ക് സൗഖ്യം നൽകിയവൻ, നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, ഇതാ നമ്മുടെ മധ്യേ ഒരു ചെറു ഇളം കാറ്റിൽ പോലും പറന്നു പോകുവാൻ കഴിയത്തക്ക രീതിയിൽ തന്നെ വിനീതനാക്കിക്കൊണ്ട് ശൂന്യനാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. തുടർന്ന് വരുന്ന ഗാനത്തോട് ചേർന്ന് നമ്മുടെ ആരാധനകളും സ്തുതികളും അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് കാതോർക്കാം.
കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമ്മളെ എപ്പോഴും കരുതുന്നവനാണ് നമ്മുടെ നല്ല ദൈവം. നമ്മെ എപ്പോഴും കാണുന്നവനാണ് നമ്മുടെ നല്ല ദൈവം. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. ഓ എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും ഉയർത്തിടും വരയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും ഉയർത്തിടും വരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദീപികാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ബർഥേമിയൂസ് എന്ന അന്ധയാചകനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ്റെ വിശേഷണമാണ് വഴിയരികിൽ ഇരിക്കുന്ന അന്ധയാചകൻ. 3 പ്രധാനപ്പെട്ട കാര്യമാണ് അതിലുള്ളത്. വഴിയരികിലാണ് അവനിരിക്കുന്നത്. അവൻ വെറും യാചകനല്ല, അന്ധനായ യാചകനാണ്. ഒന്നും കാണുവാൻ കഴിയാത്ത, കാഴ്ചപ്പാടുകളില്ലാത്ത ഒരു യാചകൻ. അവന് ഈശോയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈശോയെക്കുറിച്ച്, ഈശോയെ അനുഭവിക്കുവാനായിട്ട് അവന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈശോ തൻ്റെ ശിഷ്യരോടുമൊത്ത് അതിലെ കടന്നു പോകുന്നു എന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ എന്ന് ആ അന്ധയാചകൻ വഴിയരികിലിരുന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ അവനെ ശാസിക്കുന്നുണ്ടെങ്കിലും അവൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉറക്കെ നിലവിളിച്ച് ഈശോനാഥൻ്റെ മുമ്പിൽ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും നിയന്താവായ ഈശോനാഥൻ ആ അന്ധയാചകൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ മുഖം നോക്കാതെ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നിൽക്കുന്നു. നമ്മുടെ സൗന്ദര്യമോ
കഴിവോ സാമർഥ്യമോ അല്ല, നമ്മുടെ മനോഭാവമാണ്. എപ്രകാരം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള മനോഭാവമാണ് സർവ്വലോകത്തിൻ്റെയും നിയന്താവും സൃഷ്ടാവുമായ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുവാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും സാധ്യമാകണമെങ്കിൽ നമ്മുടെ വലിപ്പത്തെ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ കഴിവുകളെ മാറ്റിവെച്ചുകൊണ്ട് ഈ അന്ധയാചകനെ പോലെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളിലേക്കും വേദനകളിലേക്കും അവിടുന്ന് കടന്നു വന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യം അവിടുന്ന് നിറവേറ്റിത്തരും. ഒന്ന് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ, നിൻ്റെ നിലവിളിച്ചുള്ള പ്രാർത്ഥന. നിലവിട്ടവൻ്റെ വിളിയാണ് നിലവിളി. അവന് ഇനി ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിട്ട് വിളിക്കുന്ന അന്ധയാചകൻ്റെ മുമ്പിൽ, യാതൊരു പേരും പെരുമയുമില്ലാത്ത അന്ധയാചകൻ്റെ മുമ്പിൽ കർത്താവായ ഈശോനാഥൻ നിന്നുവെങ്കിൽ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ, അനുദിനം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ അനുഭവിക്കുന്ന നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എത്രയധികമായി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയില്ല, എത്രയധികമായി നമ്മെ സൗഖ്യപ്പെടുത്തുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അതിന് നമുക്കുണ്ടായിരിക്കേണ്ടത് ആഴമേറിയ വിശ്വാസമാണ്. ഈ അന്ധയാചകനെ പോലെ വലിപ്പച്ചെറുപ്പമില്ലാതെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴിയരികിലൂടെ കടന്നു പോയാൽ, നമ്മുടെ പേര് വിളിച്ച് ഒരു അന്ധയാചകൻ വിളിച്ചപേക്ഷിച്ചാൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നാണക്കേട് മാനക്കേട് ഭയന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ദൈവം. മുഖം നോക്കാതെ, വലിപ്പച്ചെറുപ്പം നോക്കാതെ, നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ, നിലവിളിച്ച് ഉള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അവിടുത്തെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവിടുത്തെ അനുഗ്രഹത്തിനായി യാചിച്ചുകൊണ്ട് ആരാധന എന്നുള്ള ആ ഗാനം ഒരിക്കൽ കൂടി ആലപിച്ചുകൊണ്ട് നമ്മെ തന്നെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഇടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. സങ്കീർത്തനം 55:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന്. നമുക്ക് നമ്മുടെ ഭാരങ്ങളെ, രോഗാവസ്ഥകളെ, വേദനകളെ, കടബാധ്യതകളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പ്രതിബന്ധങ്ങളെ
നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെ കർത്താവിനോട് ചേർത്ത് നമുക്ക് വയ്ക്കാം. കർത്താവിനോട് ചേർത്ത് ഞാൻ എൻ്റെ ദുഃഖവും ഭാരവും എല്ലാം വയ്ക്കുമ്പോൾ എൻ്റെ ഭാരം ലഘുവായി തീരും. ഒരിക്കലും എനിക്ക് പരാജയമുണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അപ്രകാരം നിൻ്റെ ഭാരം ഏറ്റെടുക്കുവാനായിട്ട്, നിൻ്റെ വേദനകൾ ഏറ്റെടുക്കുവാനായിട്ട്, നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട്, നിൻ്റെ വേദനകളിൽ നിനക്ക് ആശ്വാസം നൽകുവാനായിട്ട് ഇതാ ദിവികാരുണ്യനാഥൻ നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ഈ തിരുമണിക്കൂറിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ വേദനകളെ, ദുഃഖങ്ങളെ, രോഗാവസ്ഥകളെ എല്ലാം ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും രീതിയിൽ രോഗത്തിന് അടിമയായിരിക്കുന്നവരുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ആ രോഗാവസ്ഥയുള്ളത് അവിടെ വലത്തുകരം ചേർത്ത് വെച്ച് അന്തയാചകൻ വഴിയരികിലിരുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ദിവികാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. അന്തയാചകനെ ഈശോനാഥൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവന് ആവശ്യമായ കാഴ്ച നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമ്മൾ കാണുന്നു. അതിനുശേഷം അവൻ ഈശോയെ അനുഗമിക്കുന്നതായും നമ്മൾ കാണുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ അന്ധത മാറുമ്പോൾ നമുക്ക് ഈശോയെ അനുധാവനം ചെയ്യുവാനും അവിടുന്ന് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. ആ അന്ധയാചകൻ്റെ വിശ്വാസം എനിക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരെയും എല്ലാവരെയും ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ മുഖം നോക്കാതെ നിൽക്കുന്ന ദിവികാരുണ്യമാണ് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുത്തെ സന്നദ്ധയിൽ ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 32-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ ദൈവവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്ന രംഗമാണത്. മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബിനെ വിട്ടുപോകുവാൻ ഒരുങ്ങുന്ന ദൈവത്തോട് യാക്കോബ് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന്. അതേ പ്രിയമുള്ളവരെ, ഈ തിരുമണിക്കൂർ അവസാനിക്കുമ്പോൾ നമുക്കും യാക്കോബ് ശ്ലീഹായുടെ ആ മനോഭാവം ഉൾക്കൊള്ളാം. ആ മനോഭാവത്തോടുകൂടി ദിവികാരുണ്യ ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന്. ആ ഒരു മനോഭാവം സ്വീകരിച്ചുകൊണ്ട്, ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദിവികാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നാദരെ വാഴ്ത്തി പാടിടും.
മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പര